ക്യാഷ് ബുക്ക്, സബ്സിഡറി ബുക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് 3 തരമുണ്ട്: സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി കോളം ക്യാഷ് ബുക്ക്. എന്താ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഒരു ബിസിനസ്സിലുള്ള ക്യാഷിന്റെ ട്രാൻസാക്ഷൻ, ക്യാഷിന്റെ റെസിപ്റ്റ്, ക്യാഷിന്റെ പേയ്മെന്റ് അഥവാ വരവും അത് ചെലവാകുന്നതും റെക്കോർഡ് ചെയ്യുന്ന സിംഗിൾ കോളമുള്ള രണ്ട് സൈഡിലും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് വരവും, ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ചെലവുമാണ് അല്ലെ. ഈ ഡെബിറ്റ് സൈഡിൽ ഒരു കോളം ഉണ്ടാവും, അതെന്താണ് വന്ന ക്യാഷുകളാണ്. ക്രെഡിറ്റ് സൈഡിൽ മറ്റൊരു കോളം ഉണ്ടാവും, അത് പോയ ചെലവായിട്ടുള്ള ക്യാഷാണ്. സോ ഇതേപോലെ ഡെബിറ്റും ക്രെഡിറ്റും വരവും ചെലവും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കിന് പറയുന്ന പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇവിടെ രണ്ട് സൈഡിലും ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് ഒരു അനദർ കോളം വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ രണ്ട് കോളം രണ്ട് സൈഡിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. അപ്പൊ സാറേ ഇവിടെ ഈ എക്സ്ട്രാ വന്ന കോളത്തിൽ എന്താ റെക്കോർഡ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. ക്യാഷും ബാങ്കിന്റെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? ഈ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. സോ രണ്ട് സൈഡ് ഉണ്ടാകും. രണ്ട് സൈഡിൽ ഒന്ന് റെസിപ്റ്റും ഒന്ന് പേയ്മെന്റ് ആയിരിക്കും. റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് റെസിപ്റ്റ് ഉണ്ടാകും, ക്യാഷ് റെസിപ്റ്റ് ഉണ്ടാകും. നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ പൈസ തരും. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിലേക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ NEFT IMPS ബാങ്ക് ട്രാൻസാക്ഷൻ വഴി എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിലേക്ക് റെസിപ്റ്റ്സ് കിട്ടും. സോ ആ റെസിപ്റ്റ്സുകൾ റെക്കോർഡ് ചെയ്യും ഇവിടെ റെസിപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ. അപ്പൊ ക്യാഷ് ആയി കിട്ടുമ്പോൾ റെസിപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഇത് നമ്മുടെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്. സോ കൊടുക്കുന്നത് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്കിലൂടെയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? പേയ്മെന്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഏതെങ്കിലും പാർട്ടിക്ക് ക്യാഷ് മുഖേനയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? പേയ്മെന്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് എന്ത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു കോൺട്രാ ട്രാൻസാക്ഷൻ ഉണ്ട്. ഒരേ ട്രാൻസാക്ഷൻ പേയ്മെന്റ് സൈഡിലും റെസിപ്റ്റ് സൈഡിലും അഥവാ ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലെ ക്യാഷ് എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുകയും ബാങ്കിലുള്ള ബാലൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ പേയ്മെന്റ് ആണ്, ബാങ്ക് കൂടുമ്പോൾ അത് റെസിപ്റ്റ് ആണ്. ബാങ്കിന്റെ റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റ് ആണ്. ഈ കോൺട്രാ ട്രാൻസാക്ഷൻ 1 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അവസാനത്തിലാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ വളരെ പെറ്റി, നമ്മൾ പറയില്ലേ പെറ്റി കേസുകൾ, പോലീസ് കേസ് എന്ന് പറയാറുണ്ടല്ലോ. ഈ പെറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് പെറ്റി എന്ന് പറയുന്നത്. അപ്പം പെറ്റി ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഒരു ബിസിനസ്സിൽ ഇപ്പം വാട്ടർ എക്സ്പെൻസുകൾ, ക്ലീനിങ് എക്സ്പെൻസ്, ചെറിയ ചെറിയ ട്രാവൽ എക്സ്പെൻസുകൾ, സ്റ്റേഷനറി എക്സ്പെൻസ്, പോസ്റ്റേജിന്റെ അങ്ങനെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ടാകും. ഈ ട്രാൻസാക്ഷൻ ഒരുപാട് ഉണ്ടാകും. ഓരോ ദിവസവും 100 കണക്കിന് ട്രാൻസാക്ഷൻ ഉണ്ടാകും. സോ ഇത്തരം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബുക്ക് കോളം മാറ്റി വെക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് കംപ്ലീറ്റ്ലി ഇത്തരം പെറ്റി ട്രാൻസാക്ഷൻ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഈ പെറ്റി ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ബുക്ക് അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ബുക്കിന് പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഈ ഇംപ്രസ്ഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രത്യേക ക്യാഷർ ഉണ്ടാവും. പുള്ളിക്കാരൻ പറയുന്ന പേരാണ് പെറ്റി ക്യാഷർ. പെറ്റി ക്യാഷർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു പേയ്മെന്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു 10,000 നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ഒരു വീക്കിൽ 10,000 പെറ്റി ക്യാഷർ കൊടുത്തു. പെറ്റി ക്യാഷർ ഓരോരോ പെറ്റി ക്യാഷിന്റെ എക്സ്പെൻസുകൾ വരുമ്പോൾ ഈ ഒരു പൈസ അഥവാ ഈ ഒരു 10,000 അവരെന്ത് ചെയ്യും? ചെലവാക്കും. അങ്ങനെ ചെലവാക്കി ഈ ഒരു വീക്ക് കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ ഒരു 8,000 റുപ്പീസ് ചെലവാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി എത്രയുള്ളൂ? വെറും 2,000 രൂപ മാത്രമല്ല ബാലൻസ് ഉള്ളൂ. അപ്പൊ അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ ഇയാളെ കയ്യിൽ 2,000 ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? ഇയാൾക്കൊരു 8,000 കൂടിയും കൊടുക്കും. ഇപ്പൊ വീണ്ടും 10,000 ആയില്ലേ? സോ അടുത്ത ആഴ്ച വീണ്ടും ആ 10,000 വെച്ച് അയാൾ തുടങ്ങും. ഓരോരോ ചെലവ് വഹിക്കും. ആ ഒരു വീക്കിൽ വെറും 7,000 രൂപ മാത്രമേ ചെലവായുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീക്ക് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾക്ക് വീണ്ടും 7,000 കൊടുക്കും. സോ ഈ ഒരു സിസ്റ്റം ഓഫ് ക്യാഷ് എക്സ്പെൻസ് ചെയ്യുന്നതിനാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇയാളുടെ കയ്യിലുള്ള ഈ 10,000 ഉണ്ടല്ലോ, ഒരു പെർമനന്റ് എമൗണ്ട് എപ്പോഴും ഇയാളുടെ കയ്യിലുണ്ടാകും. സോ അതിനാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും പഠിച്ചില്ലേ? സോ ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഫോളോ ദ ചാനൽ.